മഴത്തോരു മുമ്പയുടെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങൾ എല്ലാവർക്കും സ്വാഗതം. രോഹിത് തന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് മനസ്സിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ്. താൻ മാറിയെന്നും അലീനയെ സ്വന്തം ചേച്ചിയെ സ്വീകരിച്ചു എന്നും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവൻ കൃഷ്ണയോട് പറയുന്നു. പക്ഷേ അച്ഛൻ വർഷങ്ങളോളം ഒരു വലിയ സത്യം മറച്ചുവെന്ന് അവനെ ഇപ്പോഴും വേദനിപ്പിക്കുന്നു. അമ്മയുടെ ദേഷ്യവും വിഷമവും തെറ്റല്ലെന്നാണ് രോഹിത് കരുതുന്നത്. കാരണം 23 വർഷം സ്നേഹിച്ച ജീവിതത്തിൽ ഇങ്ങനെ ഒരു സത്യം പെട്ടെന്നറിയുന്നത് ഏത് സ്ത്രീക്കും വലിയ ആഘാതമായിരിക്കും. അതിനാൽ അമ്മയുടെ പ്രതികരണം സ്വാഭാവികമാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതേസമയം അച്ഛനോട് സ്നേഹവും ഉണ്ടായതിനാൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ആശയക്കുഴപ്പത്തിലാണ് രോഹിത്. അതുകൊണ്ട് തന്നെ കൃഷ്ണയ്ക്കും ഉടനെ മറുപടി പറയാനും കഴിയുന്നില്ല. രോഹിത്തിന്റെ ആശയക്കുഴപ്പങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടും കൃഷ്ണജ മറുപടിയൊന്നും പറയാതെ താഴേക്ക് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. എന്നാൽ രോഹിത് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണജയാണെന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോയിട്ട് ചേട്ടന്റെ ആശങ്കകളെ കുറിച്ചെല്ലാം അലീനടുത്തും അതുപോലെ തന്നെ അച്ഛന്റെ അടുത്തും പറയുന്നുണ്ട്. അപ്പോഴും രണ്ടുപേരും വിലക്കുകയാണ് ചെയ്യുന്നത്. സത്യങ്ങളൊന്നും രോഹി അറിയരുത് എന്നുള്ള മട്ടില് കൃഷ്ണജ താഴെ പോയിട്ട് അച്ഛനോടും അതുപോലെ തന്നെ അലീനയോടും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മനസ്സിലാക്കിയ രോഹിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കൃഷ്ണജയുടെ അരികിലേക്ക് തന്നെ ചെല്ലുവാണ്. ഞാനിതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നീ ഒന്നും മിണ്ടാതെ താഴെ പോയിട്ട് അച്ഛനോടും അതുപോലെ അലീന ചേച്ചിയുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അത് മാത്രമല്ല അലീന ചേച്ചി അച്ഛന്റെ മകളാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോ നീയും എതിർത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന മട്ടിൽ തന്നെയായിരുന്നു നീയും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാ അന്ന് നീ അച്ഛനോടും അതുപോലെ തന്നെ അലീന ചേച്ചിയോടും ഒപ്പം റിസോർട്ടിൽ പോയി വന്നതിന് ശേഷമാണ് നിനക്ക് അലീന ചേച്ചിയോട് ഒരുപാട് സ്നേഹം ഉണ്ടായത്. അതിനുശേഷമുള്ള നിന്റെ മാറ്റങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അലീന വന്നതിന് ശേഷം നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോരുത്തരുടെ മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് രോഹിത് ഓരോ കാര്യങ്ങളും കൃഷ്ണജയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൃഷ്ണജ സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ രോഹിത്തിന്റെ ഓരോരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും കൃഷ്ണയ്ക്ക് തുറന്നു പറയാതിരിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരികയാണ്. അങ്ങനെ കൃഷ്ണജ രോഹിത്തിനോട് ആ വലിയ കുടുംബരഹസ്യം തുറന്നു പറയുന്നു. അലീന അച്ഛന്റെ പഴയ ബന്ധത്തിലുള്ള മകളല്ല, അമ്മയുടെ സ്വന്തം മകളാണ്. 23 വർഷം മുമ്പ് അമ്മ ഒരു പട്ടാളക്കാരനുമായി പ്രണയത്തിലായിരുന്നു. ആ ബന്ധത്തിൽ അമ്മ ഗർഭിണിയായി. പക്ഷേ പിന്നീട് ആ വ്യക്തി അമ്മയെ വിട്ടുപോയി. കുഞ്ഞ് ജനിച്ച ശേഷം മുത്തശ്ശൻ ആ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് മാറ്റി. കുഞ്ഞ് മരിച്ചു എന്ന് അമ്മയോട് കള്ളം പറഞ്ഞു. ഇത് കാരണം അമ്മ വലിയ മാനസിക വിഷമത്തിലായി. പിന്നീട് അമ്മ അച്ഛനെ വിവാഹം ചെയ്തു. എന്നാൽ ഈ സത്യം അച്ഛനോട് പോലും ആരും പറഞ്ഞിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അലീന വീണ്ടും ജീവിതത്തിലേക്ക് വന്നെങ്കിലും അവൾ സ്വന്തം മകളാണെന്ന കാര്യം ഇന്നും അമ്മയ്ക്ക് അറിയില്ല. ഇതെല്ലാം കേട്ട് രോഹിത്തിന് വലിയ ഞെട്ടലും ആശയക്കുഴപ്പമാകുന്നു. കാരണം ഇതുവരെ അച്ഛനെയാണ് കുറ്റക്കാരനായി കരുതിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അച്ഛൻ വഞ്ചിക്കപ്പെട്ട ഒരാളാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അലീന ഇവിടെ വന്ന സമയത്ത് ചില പ്രശ്നങ്ങളും സംശയങ്ങളും ഉണ്ടായി. പിന്നീട് ഒരു വോയിസ് മെസ്സേജിലൂടെയാണ് അച്ഛൻ സത്യം മനസ്സിലാക്കാൻ തുടങ്ങിയത്. അലീന ചേച്ചിയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി അയച്ച ആ വോയിസിലൂടെയാണ് അലീന ചേച്ചി അമ്മയുടെ മകളാണെന്നുള്ള സത്യം അച്ഛൻ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം അച്ഛൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അലീനയെക്കുറിച്ചും അമ്മയുടെ പഴയ ജീവിതത്തെക്കുറിച്ചുള്ള സത്യങ്ങളും പുറത്തു വന്നു. അച്ഛൻ ഒരു ദിവസം ഇവിടുന്ന് വെല്ലിസിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞതെല്ലാം സത്യമാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വെല്ലിസിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചെത്തിയതിനു ശേഷം അച്ഛന് അറ്റാക്ക് വന്നു. അമ്മയെക്കുറിച്ചുള്ള ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് അച്ഛന് അന്ന് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ അമ്മയെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനാവില്ല. കാരണം അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മറച്ചുവെച്ചതും കഥ മുഴുവൻ മാറ്റിയതും മുത്തശ്ശനാണ്. അതുകൊണ്ട് ഈ കുടുംബ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം മുത്തശ്ശന്റെ തീരുമാനങ്ങളാണ്. കൃഷ്ണ രോഹിത്തിനോട് വിശദീകരിക്കുന്നു. അമ്മയ്ക്ക് സംഭവിച്ചത് വലിയൊരു ദുരന്തമാണ്. സ്വന്തം കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാതെ മുത്തശ്ശന്റെ തീരുമാനങ്ങളും മറച്ചുവെച്ച സത്യങ്ങളും കാരണം ജീവിതം മാറിപ്പോയതാണ്. യഥാർത്ഥത്തിൽ ഈ മുഴുവൻ പ്രശ്നത്തിന്റെയും പ്രധാന കാരണക്കാരൻ മുത്തശ്ശൻ തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കില്ലായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. പക്ഷേ അച്ഛൻ അത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്നാണ് പറയുന്നത്. അതിനാൽ ഈ സത്യം ആരോടും പറയരുതെന്ന് പ്രത്യേകമായിട്ട് കൃഷ്ണജ രോഹിയോട് പറയുന്നുണ്ട് കേട്ടോ. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയായിരിക്കും. ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അലീന ചേച്ചിയോട് കൂടുതൽ സ്നേഹം തോന്നിയത്. അച്ഛനും അലീന ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. അച്ഛന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ സ്വന്തം ഭാര്യയില് മറ്റൊരാൾക്ക് ജനിച്ചൊരു കുഞ്ഞിനെ
സ്വന്തം മകളായിട്ട് കാണുമോ ആ നിമിഷം തന്നെ ഇവിടുന്ന് അടിച്ചിറക്കില്ലായിരുന്നോ? അത് മാത്രോ സത്യങ്ങളെല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഈ ബന്ധം അവസാനിപ്പിക്കാൻ വരെ നോക്കില്ലായിരുന്നോ? എന്നാ നമ്മുടെ അച്ഛൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അച്ഛന് ആരെയും വെറുക്കാൻ വേണ്ടി കഴിയില്ല. അമ്മയുടെ ഈ അഹങ്കാരം അവസാനിക്കണം. അമ്മ നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയായിട്ട് മാറണം. എങ്കിൽ മാത്രമേ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറുള്ളൂ. എന്നാ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഈ അഹങ്കാരം മൂത്ത ജീവിതം ഉണ്ടല്ലോ, അമ്മയെ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് രോഹി ചോദിക്കുന്നുണ്ട് കേട്ടോ, അലിന ചേച്ചിയെ വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മുത്തശ്ശനാണോ എന്നുള്ള കാര്യം. അതേ, മുത്തശ്ശൻ തന്നെയാണ്. അലിന ചേച്ചി താമസിച്ചിരുന്നത് സ്നേഹനികേതനത്തിലായിരുന്നല്ലോ. അവിടുത്തെ ബ്രിജിതാമ്മയ്ക്ക് സുഖമില്ലാതാവുകയും ആ സ്നേഹനികേതനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോ ബ്രിജിത മാഡം ഒരു ദിവസം നമ്മുടെ മുത്തശ്ശനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവരുമായി സംസാരിച്ചതിന് ശേഷമാണ് അലിന ചേച്ചിയെ ഇങ്ങോട്ട് തന്നെ തിരികെ ഹോം നേഴ്സായിട്ട് കൊണ്ടുവരാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചത്. അതിനുശേഷം മുത്തശ്ശൻ മരിച്ചുപോയല്ലോ. ഇതിനെക്കുറിച്ച് മനുവേട്ടനും അറിയാം. അലീന ചേച്ചി അമ്മയുടെ മകളാണെന്നുള്ള സത്യം. അതുപോലെ എനിക്കും. അലീന ചേച്ചിയെ അന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണ് രാജീവനങ്ങളും അതുപോലെ തന്നെ ശിവനങ്ങളും നമ്മുടെ അമ്മയുടെ മകളാണ് അലീന ചേച്ചി എന്നുള്ള സത്യം മനസ്സിലാക്കിയത്. അതോടുകൂടിയിട്ട് അവർക്കും സ്വന്തം പെങ്ങളുടെ മകളോട് സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ കാര്യം അറിയാത്ത ഒരേ ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ മാത്രമാണ്. പക്ഷേ അമ്മ തിരിച്ചറിയുന്ന ആ നിമിഷം എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ കാര്യങ്ങൾ രോഹിയേട്ടൻ അറിഞ്ഞു എന്നുള്ള കാര്യം മറ്റാരും അറിയാൻ വേണ്ടിയിട്ട് പാടില്ല. പ്രത്യേകിച്ച് അമ്മ. ഇതിന്റെ പേരിൽ അമ്മയോട് ഏട്ടൻ ദേഷ്യം കാണിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇത്രയും നാള് അച്ഛനാണ് എല്ലാത്തിനും കാരണം എന്ന് വിചാരിച്ച് ഞാൻ അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടും അച്ഛനടുത്ത് ദേഷ്യം പ്രകടിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ അലിന ചേച്ചി അച്ഛന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ എനിക്ക് അച്ഛനോട് ഒരു പ്രത്യേക റെസ്പെക്ട് ആണ് തോന്നുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരു തന്നിലുണ്ടായ കുഞ്ഞാണ് അലിന ചേച്ചി എന്ന് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അച്ഛൻ ഇപ്പോഴും അലിന ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അത് അലിന ചേച്ചിയുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. ഇനി നമ്മുടെ അമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞ് എന്നായിരിക്കും നമുക്ക് 4 പേർക്കും അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് താൻ ഇപ്പൊ ചിന്തിക്കുന്നതെന്നൊക്കെയാണ് കേട്ടോ രോഹിത് പറയുന്നത്.